ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ, ഇന്ന് കർക്കിടക വാവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോയി കാണുക ഗായ്സ്. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ പപ്പയ്ക്ക് വേണ്ടി തിരി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ പപ്പ മരിച്ചിട്ട് ഇപ്പം 15 വർഷമായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ആണ്ടിനും അതുപോലെ തന്നെ 1-ാം തീയതികളിലും പിന്നെ നമ്മുടെ കർക്കിടക വാവിനും നമ്മുടെ പപ്പേൻ്റെ അടുത്ത് നമ്മൾ തിരി വെക്കാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് തിരി വെക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പോകണം. അപ്പം വൈകുന്നേരമാണ് ഗായ്സ്. അപ്പോൾ ചീവിയുടെ കറിയുന്നൊക്കെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്നാലും പപ്പേൻ്റെ അടുത്തേക്ക് തിരി വെക്കാൻ പോവാം. അമ്മേൻ്റെ പപ്പേനെയാണ് നമ്മൾ പപ്പാന്ന് വിളിക്കുന്നത് കേട്ടോ. നമ്മളപ്പോൾ തിരി വെക്കുന്നതിന് മുമ്പ് കാലും കൈയൊക്കെ കഴുകി നമ്മൾ ശുദ്ധിയായിട്ട് വേണം തിരി വെക്കാൻ വേണ്ടി പോകാനായിട്ട്. അപ്പോൾ ഞാൻ കാലും കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാവേ ഗായ്സ്. അങ്ങനെ നമ്മളിതാ കൈയും കാലൊക്കെ കഴുകി വൃത്തിയായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ തിരി, ഭസ്മം, നമുക്ക് അതുപോലെ തന്നെ ചന്ദനത്തിരി, ഇത് മൂന്നും നമുക്ക് എടുത്തിട്ട് വരാം. ഇപ്പോൾ നമുക്കിതാ ഭസ്മം തൊടാം. ഇനി നമുക്ക് പറഞ്ഞ പോലെ തന്നെ ചന്ദനത്തിരിയും തിരിയും നമുക്ക് എടുക്കാനുണ്ട് ഗായ്സ്. അപ്പോൾ എല്ലാവരും ഇത് ഭസ്മം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി തൊട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമ്മച്ചിക്ക് നമുക്ക് ഗായ്സ് ഭസ്മം തൊട്ട് കൊടുക്കാം കേട്ടോ. ഗായ്സ് അങ്ങനെ നമ്മളിത് ചന്ദനത്തിരിയും ലാമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സന്ധ്യയായി തുടങ്ങുന്നുണ്ട് ഗായ്സ്. അപ്പം നല്ല ഇരുട്ടൊക്കെ ആവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തിരിയും കൂടി എടുക്കണം ഗായ്സ്. അങ്ങനെ നമ്മുടെ തിരിപാത്രത്തിൽ നിന്ന് വാവാറ്റത്തെ തിരി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പം നമ്മുടെ തിരി നമുക്ക് ജസ്റ്റ് എണ്ണയിൽ ഇട്ടിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ തിരി കത്തൂല. നമ്മുടെ എണ്ണയിലാണ് തിരി കത്തുള്ളൂ. അപ്പോൾ തിരി ഇതേ അമ്മ ഇത് നമ്മുടെ നല്ലെണ്ണയിലാക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ നമ്മുടെ തിരി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ തിരി വെക്കാൻ വേണ്ടി പോവാം ഗായ്സ്. അങ്ങനെ നമ്മളിതേ തിരിയും ലാമ്പും ചന്ദനത്തിരി ഒക്കെ എടുത്തിട്ട് നമ്മൾ പപ്പേൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ പപ്പേനെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി നല്ല കാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുമാണേ. നമ്മൾ നമ്മുടെ കാടിൻ്റെ ഉള്ളിൽ കൂടി നടന്ന് പോവുകയാണ് ഗായ്സ്. ഞാനിതേ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗായ്സ്. അങ്ങനെ നമ്മളിതാ നമ്മുടെ പപ്പേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെയാണ് നമ്മുടെ പപ്പേനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം. അപ്പം നിറച്ച് കൊതുകൊക്കെ വരുന്നുണ്ട് ഗായ്സ് സന്ധ്യ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ പപ്പയ്ക്ക് ഭസ്മം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ ഭസ്മം, തിരി, ചന്ദനത്തിരി, ലാമ്പ്, ഇത് 4 നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പപ്പേൻ്റെ അടുത്ത് പോയിട്ട് തിരി കൊളുത്താം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നടക്കാം. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ട് ഇങ്ങോട്ടേക്ക് പോവുകയാണ് ഗായ്സ്. അപ്പം നമ്മളിത് ഇങ്ങോട്ട് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സ്ഥലത്താണ് നമ്മളെ പപ്പേനെ അടക്കം ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇരുട്ടായി വരുന്നുണ്ട് ഗായ്സ്. ഇവിടെ മരങ്ങളും ചോലകളും ഉള്ളതുകൊണ്ടാണ് ഇവിടേക്ക് ഇത്രയും ഇരുട്ട്. പക്ഷേ നമ്മൾ റോട്ടിലേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെളിച്ചുണ്ടാവും ഗായ്സ്. അപ്പോൾ നമ്മളിത് ഇനി തിരി കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തിരി ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരി ഇതാ ഇവിടെ ഒരു കല്ലുണ്ട്. അപ്പോൾ നമുക്ക് ഈ കല്ലിലാണ് നമ്മളിനി തിരി കത്തിച്ച് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ തിരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തിരി കത്തിച്ച് കൊടുക്കാം. അപ്പോൾ തിരി ഞാൻ കത്തിച്ചിട്ട് അപ്പോൾ നമ്മുടെ കൂടെ ഒടിയനും വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ തിരി കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചന്ദനത്തിരിയും കൂടി കത്തിക്കാം കേട്ടോ. അപ്പോൾ ചന്ദനത്തിരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചന്ദനത്തിരി നമുക്ക് കത്തിക്കാം. അപ്പോൾ നല്ല മണമുള്ള ചന്ദനത്തിരിയാണ്. ഇതിൻ്റെ മണം വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ദേഷ്യവും വിഷമങ്ങളും എല്ലാം പോവും. മൈൻഡ് തന്നെ ഒന്ന് ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ല് വരുമ്പോൾ നല്ല മൈൻഡാവും നമുക്ക്. അപ്പോൾ ഇതാ ചന്ദനത്തിരി ഞാൻ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് 3 പ്രാവശ്യം പുഴിഞ്ഞിട്ട് നമുക്കിവിടെ കുത്തിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ പപ്പേൻ്റെ അടുത്ത് മനസ്സ് തുറന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഗായ്സ്. അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ് ഗായ്സ്. ഇനി നമ്മുടെ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മുടെ ഭസ്മം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പപ്പയ്ക്ക് നമുക്ക് ഈ ഭസ്മം നമ്മുടെ പപ്പേൻ്റെ തല എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന കല്ലിലേക്ക് നമുക്ക് തൊട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബൈജുമാമനെയും പപ്പേനെയും അങ്ങനെ കുറേ പേര് ഞാൻ മനസ്സിലാലോചിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ തൊട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിതാ ഈ കല്ലിൽ പപ്പയ്ക്ക് തൊട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പപ്പേനെ ഇതെടുക്കുന്ന അനുഗ്രഹം വാങ്ങാം. അങ്ങനെ ഞാൻ പപ്പേൻ്റെ അടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഭസ്മമൊക്കെ തൊട്ട് കൊടുത്തു. ഇനി പൈങ്കിളിക്കും വാവാറ്റയ്ക്കും അമ്മയ്ക്കും പപ്പേൻ്റെ അടുത്ത് തിരി വയ്ക്കാനുണ്ട്. അപ്പം നമുക്ക് അതും കൂടി കാണാം ഗായ്സ്. അങ്ങനെ നമ്മുടെ മമ്മയാണ് തിരി വെക്കുന്നത് അടുത്തതായിട്ട്. അപ്പോൾ നമ്മുടെ നെയ്മർ കിടന്ന് അലറുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വാവാറ്റ തിരി വെച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ പൈങ്കിളിയുണ്ട് തിരി വയ്ക്കാനായിട്ട്. നമ്മുടെ പൈങ്കിളിയാണ് ഗായ്സ് തിരി വയ്ക്കാൻ വേണ്ടി പോകുന്നത് ഗായ്സ്. അപ്പോൾ ഇവിടെ ഒരു വലിയ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് 4 പേർക്കുള്ള 4 തിരിയാണ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന് നോക്കുമ്പോണ്ട് ഒരു തിരിയും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സങ്കല്പിക്കുന്നു അത് അമ്മച്ചിക്ക് വേണ്ടിയുള്ള തിരി ആയിരിക്കണം. അത് എന്തായാലും അത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. നമ്മൾ 4 എണ്ണ എടുത്തതാണ്. അപ്പോൾ 5ാമത്തെ ഒരു തിരി പെട്ടെന്ന് പ്രത്യക്ഷമായിട്ടുണ്ട്. എന്തായാലും പൈങ്കിളി ആ തിരി ഒന്നും കൂടി എടുത്ത് കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ തിരിയും കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് നമ്മുടെ പപ്പേനെ 3 പ്രാവശ്യം നമുക്കിനി വലം വെക്കണം. അപ്പം ഇവിടെ ഒരു മുരിക്കുണ്ട് ഗായ്സ്. അപ്പോൾ ആ മുരിക്കിലെ മുള്ളു മുഴുവൻ ഇവിടെ വീണിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാലിലൊക്കെ കുത്തി കയറിയായിരുന്നു. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് 3 പ്രാവശ്യം വലം വെക്കുകയാണ് നമ്മൾ.
ഗായ്സ് നമ്മളിത് വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തിരിവെക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് അനുഗ്രഹമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അവരുടെ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലതാണ് വരുന്നത്. അങ്ങനെ നമ്മൾ തിരിയൊക്കെ കൊളുത്തി കഴിഞ്ഞ് പപ്പേനോട് മനസ്സ് തുറന്ന് എല്ലാം പ്രാർത്ഥിച്ച് നമ്മൾ പപ്പേൻ്റെ അടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മളിനി തിരിച്ച് പോകാൻ വേണ്ടി പോവാണ്. ഗായ്സ് അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം നിങ്ങളും ഇങ്ങനെ തിരിയൊക്കെ വെക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം ഗായ്സ്. ടാറ്റാ.